വെൽക്കം ടു ETP മാത്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷനെ പറ്റിയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ വാല്യൂസ് കാണാനുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇന്ന് സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. എത്രയായിരുന്നു? സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6 ആയിരുന്നു അല്ലേ? നമുക്ക് സൈൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വില നമുക്കറിയാം. സൈൻ അല്ലേ, കോസ്, ടാൻ, ഈ മൂന്ന് വാല്യൂസ് ശരിക്കും പഠിച്ചാൽ മതി. 0, π/6, π/4, π/3, π/2. ഈ വാല്യൂസിൽ സൈൻ 0 0, 1/2, 1/√2, √3/2, 1, ഇത് 1, √3/2, 1/2, 1/√2, 1/2, 0, ഇത് 0, 1/√3, 1, √3, ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് 1/2, സൈൻ്റെ 1/2ൻ്റെ വാല്യൂ π/6 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6. ഇനി സൈൻ ഇൻവേഴ്സ് -1/2 നമ്മൾ എന്താ ചെയ്തത്? ഈ ഫോർമുല യൂസ് ചെയ്തായിരുന്നു അല്ലേ? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പം മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതി. ദാറ്റ് ഈസ് മൈനസ് π/6 എഴുതിയല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ചെയ്തത്? കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന നേരം കോസിൻ്റെ 1/2 π/3 ആണ്. π/3 എന്ന് എഴുതി അല്ലേ? അപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? -1/2, കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്ന നേരം ഈ ഫോർമുല യൂസ് ചെയ്തു. കോസ് ഇൻവേഴ്സ് -x ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ദാറ്റ് ഈസ് π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതി അല്ലേ? ദാറ്റ് ഈസ് π മൈനസ് π/3, 3π മൈനസ് π, 2π/3 എന്ന് എഴുതിയായിരുന്നു അല്ലേ? ഇനി നമ്മൾ ടാൻ ഇൻവേഴ്സ് ഇതുപോലെ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് 1/√3. ടാൻ ഇൻവേഴ്സ് ടാനിൻ്റെ 1/√3 എത്രയാണ്? π/6 ആണ്. π/6. അപ്പം ടാൻ ഇൻവേഴ്സ് -1/√3, മൈനസ് വന്നാൽ ടാൻ ഇൻവേഴ്സ് -x ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് x ആണ്. മൈനസ് ടാൻ ഇൻവേഴ്സ് 1/√3. വട്ട് ഈസ് 1/√3ൻ്റെ എന്താ? π/6. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള റിസൾട്ടുകൾ കൂടി പഠിക്കുകയാണ്. സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഈ ഫംഗ്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് 2 കാണാൻ പറയുകയാണെന്ന് കരുതാം. 2 കാണാൻ പറയാമെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഈ റിസൾട്ടുകളൊന്നും ഇല്ലില്ല അല്ലേ? അപ്പോൾ റിസൾട്ട് സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് എന്നറിയാം അല്ലേ? അപ്പോൾ നമുക്കറിയാം കൊസീക്ക് 2/1 അല്ലെ? കൊസീക്ക് 2 എന്ന് പറയുന്നത് π/6 ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതും കൊസീക്ക് 2 ഇസ് ഈക്വൽ ടു π/6 എന്നെഴുതും. ക്ലിയർ? അതായത് സൈനിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? കൊസീക്ക്. അപ്പം സൈൻ π/6 1/2 ആണ്. സൈൻ π/6 1/2 ആണ്. അപ്പം കൊസീക്ക് π/6 എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും 2 ആയിരിക്കും വരിക. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറയുന്നത് π/6 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചില റിസൾട്ട് കൂടി പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് കിട്ടുക, അങ്ങനെ കിട്ടുകയാണെന്നിരിക്കാം. കൊസീക്ക് ഇൻവേഴ്സ് 1/x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്
തിരിച്ചു കൊടുക്കുക. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. അതുപോലെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എന്തിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്? കോസിൻ്റെ അല്ലേ? കോസ് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ടാൻ ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. ഈ റിസൾട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ഇതൊക്കെ വേണേൽ പ്രൂവ് ചെയ്യാം. എന്ത് ചെയ്താം? കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പ്രൂവ് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു y എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ 1/x എന്തായിരിക്കും വരിക? 1/x ഈക്വൽ ടു സൈൻ y എന്ന് വരും അല്ലേ? 1/x ഈക്വൽ ടു സൈൻ y എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലോ? എക്സ് എന്താ വരിക? x/1 1/sin y എന്ന് വരും. റെസിപ്രോക്കൽ എടുത്താൽ 1/x എന്ന് വരും. ഇത് റെസിപ്രോക്കൽ എടുത്താൽ 1/sin y എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വന്ന്? കൊസീക്ക് y എന്ന് വന്ന് അല്ലേ? കൊസീക്ക് y എന്ന് വന്ന്. അപ്പോൾ കൊസീക്ക് y എന്നുള്ളത്, അപ്പോൾ y എന്ത് കിട്ടി ഇതിൻ്റെ അകത്ത്? y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടൂലേ? കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് എഴുതിയാൽ മതി അല്ലേ? എന്താണ് ചെയ്തത്? കൊസീക്ക് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് 1/xനെ y എന്ന് വിളിക്കാം. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സൈൻ ഇൻവേഴ്സ് 1/xനെ y എന്ന് വിളിക്കാം. അപ്പോൾ 1/x ഈക്വൽ ടു സൈൻ y. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. എക്സ് ഈക്വൽ ടു 1/sin y. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/sin y ഈസ് കൊസീക്ക് y. അപ്പോൾ y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പ്രൂവ്. അതുപോലെ ഇവിടെ നമുക്ക് സീക്ക് ഇൻവേഴ്സിനെ പ്രൂവ് ചെയ്തതുപോലെ കോട്ട് ഇൻവേഴ്സിനെയൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഈ റിസൾട്ടിലേക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി നമ്മൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാം. കൊസീക്ക് ഇൻവേഴ്സ് 2 ആണ് കാണേണ്ടത് കരുതാം. കൊസീക്ക് ഇൻവേഴ്സ് 2. അപ്പോൾ നമ്മൾ കൊസീക്ക് ഇൻവേഴ്സ് 2 എന്നുള്ളതിനെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ അത് എഴുതാം സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം അല്ലേ? ഈ സൈൻ ഇൻവേഴ്സ് 1/2 നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാ? π/6 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ π/6 എന്ന് എഴുതാം. ക്ലിയർ? ഇനി കൊസീക്ക് ഇൻവേഴ്സ് √2 ആണെങ്കിലോ? √2 എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് 1/√2 എന്നിരിക്കൂടെ? കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ 1/√2 എന്താണ്? π/4. അപ്പോൾ π/4 എന്ന് എഴുതാം. ഇനി കൊസീക്ക് ഇൻവേഴ്സ് 2/√3 എന്ന് വന്നാലോ? 2/√3 എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് തിരിച്ചെഴുതാം അല്ലേ? 1/2/√3 മീൻസ് √3/2 എങ്ങനെ എഴുതാം? 1/2/√3 മീൻസ് √3/2. സൈൻ √3/2 വാല്യൂ എന്താണ്? π/3. ക്ലിയർ? ഇനി കൊസീക്ക് ഇൻവേഴ്സ് 1 ആണ് വരുന്നത് കരുതാം. കൊസീക്ക് ഇൻവേഴ്സ് 1. കൊസീക്ക് ഇൻവേഴ്സ് 1 വന്നാൽ എന്താ? സൈൻ ഇൻവേഴ്സ് 1/1 ദാറ്റ് ഈസ് 1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? π/2. അപ്പോൾ ഇങ്ങനെയാണ് കൊസീക്ക് ഇൻവേഴ്സ് കാണാനുള്ള എളുപ്പമാർഗം. കൊസീക്ക് ഇൻവേഴ്സ്. ഇനി ഇത് മൈനസ് ആണെങ്കിലോ? ഇതൊക്കെ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റി അല്ലേ? ഇനി മൈനസ് ആണെങ്കിലോ? ഇങ്ങനെ മൈനസ് ആണെന്ന് കരുതുക. എന്താ സംഭവിക്കുക?
അപ്പോൾ നമുക്കറിയാം കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് ഈ റിസൾട്ട്. കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ. ഇതിന്റെ പ്രൂഫ് ഈ രണ്ടെണ്ണത്തിന്റെ പ്രൂഫ് നമ്മൾ ചെയ്തതാണ്. അതുപോലെയാണ് ഇതിന്റെ പ്രൂഫും. ഈ രണ്ടാമത്തെ പ്രൂഫ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതുപോലെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പം എന്ത് കിട്ടി? അപ്പം ഇതെന്ത് കിട്ടി? മൈനസ് ഇങ്ങോട്ട് വന്ന് മൈനസ് പുറത്തേക്ക് വന്ന് അപ്പം എന്ത് കിട്ടി? മൈനസ് കിട്ടി. ഇവിടെ മൈനസ് π/6 എന്ന് വരും അല്ലേ. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് √2 മീൻസ് കൊസീക്ക് മൈനസ് കൊസീക്ക് √2 മൈനസ് കൊസീക്ക് √2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് √2 ദാറ്റ് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് 1/√2 ദാറ്റ് ഈസ് മൈനസ് π/4. ക്ലിയർ? അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് 2/√3 ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് 2/√3 ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് √3/2 ദാറ്റ് ഈസ് മൈനസ് π/3. ക്ലിയർ? അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് 1 എങ്ങനെയാ? മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് മൈനസ് π/2. അങ്ങനെയാണ് ഈ കൊസീക്കിൽ ഈ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി നമ്മൾ കൊസീക്ക് ചെയ്തതുപോലെ തന്നെയാണ് സീക്കും ചെയ്യുന്നത്. സീക്കും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നോക്കുക, സീക്ക് ഇൻവേഴ്സ് 2/√3 എന്ന് എടുക്കാന്ന് കരുതാം. സീക്ക് ഇൻവേഴ്സ് 2/√3. അതുപോലെ സീക്ക് ഇൻവേഴ്സ് √2 സീക്ക് ഇൻവേഴ്സ് √2 സീക്ക് ഇൻവേഴ്സ് 2 അല്ലേ. എങ്ങനെയാ ചെയ്യുക? സീക്ക് ഇൻവേഴ്സ് 2/√3 എങ്ങനെ ചെയ്താ? സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/x ആണ്. കോസ് ഇൻവേഴ്സ് 1/x. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/x എന്താ വരിക? 1/x 1/2/√3 തിരിച്ചിട്ടാൽ മതി. √3/2 കോസ് ഇൻവേഴ്സ് √3/2. കോസ് √3/2 എന്താണ്? π/6. അപ്പോൾ നമുക്ക് എഴുതാം π/6 എന്ന് എഴുതാം. ക്ലിയർ? സീക്ക് ഇൻവേഴ്സ് √2 എങ്ങനെ എഴുതാം? സീക്ക് ഇൻവേഴ്സ് √2 സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/x. അപ്പോൾ എന്ത് ചെയ്താ? കോസ് ഇൻവേഴ്സ് 1/√2. കോസിന് 1/√2 ഏതാ വരുന്നത്? π/4. അപ്പം π/4 എന്ന് എഴുതാം. അതുപോലെ സീക്ക് ഇൻവേഴ്സ് 2 സീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? കോസ് ഇൻവേഴ്സ് എന്ത് എഴുതാ? 1/2 എന്ന് എഴുതാം അല്ലേ. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/3 ഇങ്ങനെ എഴുതാം. ക്ലിയർ? ഇനി സീക്കിന് ഇൻവേഴ്സ് മൈനസ് വന്നാൽ ഇവിടെ മൈനസ് വന്നാൽ എന്താ വരിക? അപ്പം സീക്ക് ഇൻവേഴ്സ് മൈനസ് 2/√3 എങ്ങനെയാ? സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എങ്ങനെയാ വരിക? π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഏതിനൊക്കെയാ π മൈനസ് വരുന്നത്? കോസ് ഇൻവേഴ്സിനും π മൈനസ് വരുന്നുണ്ട്. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് അതുപോലെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സും π മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സും ഇതേ പ്രൂഫ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പൊ ഇതെന്ത് വരും? π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2/√3 ഇങ്ങനെ വരും അല്ലേ. ദാറ്റ് ഈസ് π മൈനസ് സീക്ക് ഇൻവേഴ്സിന് എങ്ങനെ എഴുതാ? സീക്ക് ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് √3/2 എന്ന് എഴുതാം അല്ലേ. അപ്പൊ എന്ത് കിട്ടി? π മൈനസ് കോസ് √3/2 എന്താ വരുന്നത്? π/3 ആണ്. π/3 ആണ്. π മൈനസ് π/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 2π 3π മൈനസ് π 2π/3 എന്ന് കിട്ടി. അപ്പൊ സീക്ക് ഇൻവേഴ്സ് മൈനസ് 2/3 ഈസ് ഈക്വൽ ടു 2π/3
3 എന്നാണ് കിട്ടിയത്. ഇനി സീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 2 എങ്ങനെയാ ചെയ്യുക? സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പം എന്ത് കിട്ടും? പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2 അല്ലേ? ദാറ്റ് ഈസ് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സിനെ കോസ് ആക്കണമെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/x കോസ് ഇൻവേഴ്സ് 1 റൂട്ട് 2 അല്ലേ? ദാറ്റ് ഈസ് പൈ മൈനസ് കോസ് 1 റൂട്ട് 2 വരുന്നത് ഏതാണ്? π/4 ആണ്. π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4π മൈനസ് പൈ 3π/4 എന്ന് കിട്ടി. 3π/4. ഇതുപോലെയാണ് സീക്ക് ഇൻവേഴ്സ് മൈനസ് 2. സീക്ക് ഇൻവേഴ്സ് മൈനസ് 2 എങ്ങനെ ചെയ്താ? പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് 2 ദാറ്റ് ഈസ് പൈ മൈനസ് സീക്കിന് എങ്ങനെ എഴുതാ? കോസ് ആക്കി എഴുതാ. കോസ് ഇൻവേഴ്സ് 1/2 ദാറ്റ് ഈസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്താ? π/3. അപ്പം എന്ത് കിട്ടി? 2π/3 എന്ന് കിട്ടി. അങ്ങനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ കാണേണ്ടത്. സീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂസ് കാണേണ്ടത് അങ്ങനെയാണ്. ഇനി ഇതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് ഇതുപോലെ തന്നെയാണ് കാണേണ്ടത്. കോട്ട് ഇൻവേഴ്സ് നോക്കാം. കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 ചോദിക്കുകയാണ്. കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 എന്താണെന്ന് ചോദിക്കുകയാണ്. കോട്ട് ഇൻവേഴ്സ് 1 ചോദിക്കുകയാണ്. കോട്ട് ഇൻവേഴ്സ് 1/√3 എന്താണെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാ ചെയ്യുക? കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/√3. ടാൻ 1/√3 എന്നാ വരുന്നത്? π/3 വരുന്നത് അല്ലേ? π/3. അപ്പോൾ നമുക്ക് എഴുതാം π/3 എന്ന് എഴുതാം. ക്ലിയർ? കോട്ട് ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ? ടാൻ ഇൻവേഴ്സ് 1/1 തന്നെ. ടാൻ 1 എന്താ കിട്ടുന്നത്? π/4. അതുപോലെയോ കോട്ട് ഇൻവേഴ്സ് 1/√3 എങ്ങനെയാ? കോട്ട് ഇൻവേഴ്സ് 1/√3 എന്താ? ടാൻ ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x ആണ്. അപ്പം ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എന്ന് വരും. ടാൻ റൂട്ട് 3 എന്തിനാ വരുന്നത്? π/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഇനി കോട്ട് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3 ചോദിക്കുകയാണെന്ന് കരുതുക. മൈനസ് റൂട്ട് 3 അല്ലെ കോട്ട് ഇൻവേഴ്സ് -1 അല്ലെ കോട്ട് ഇൻവേഴ്സ് -1/√3. അതെങ്ങനെ ചെയ്യും? നോക്കുക. കോട്ട് ഇൻവേഴ്സ് -√3. കോട്ട് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x ആണ്. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x ആണ്. അപ്പം പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 അല്ലേ? ദാറ്റ് ഈസ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് വരാം അല്ലേ? ദാറ്റ് ഈസ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 1/√3. ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ π/3 ആണ്. അപ്പം 3π മൈനസ് പൈ 2π/3 എന്ന് കിട്ടും. 2π/3. ക്ലിയർ? ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് -1 എന്താ വരിക? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1 അല്ലേ? ദാറ്റ് ഈസ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1 എന്താ? കോട്ട് ഇൻവേഴ്സ് 1 എന്താ? ടാൻ ഇൻവേഴ്സ് 1/1. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 1. ദാറ്റ് ഈസ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 1ന്റെ വില എന്താ? ടാൻ ഇൻവേഴ്സ് 1ന്റെ വില π/4 ആണ്. അപ്പം എന്ത് കിട്ടി? 4π മൈനസ് 5 3π/4 എന്ന് കിട്ടി. ക്ലിയർ? ഇനി അടുത്ത് കോട്ട് ഇൻവേഴ്സ് -1/√3. കോട്ട് ഇൻവേഴ്സ് -x. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x. അപ്പം എങ്ങനെ ചെയ്താ?
pi minus cot inverse 1 by root 3. That is pi minus cot inverse 1 by root 3 എങ്ങനെ എഴുതാ? tan inverse 1 by x എഴുതാ. tan inverse എങ്ങനെ എഴുതാ? അല്ലേ 1 by root 3 എന്ന് പറഞ്ഞാൽ root 3 ആണ്. That is pi minus tan inverse root 3. tan inverse root 3 എന്ന് പറയുന്നത് എന്താ? pi by 3 ആണ്. pi by 3 ആണ്. അല്ലേ tan inverse root 3 എന്ന് പറയുന്നത് pi by 3 ആണ്. That is 3 pi minus pi 2 pi by 3 എന്ന് വരും. ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ വാല്യൂസ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൽ വാല്യൂ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ റിസൾട്ടുകളും കൂടി ചേർത്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കാണാൻ കഴിയും. അപ്പം എല്ലാ വാല്യൂസും നമ്മൾ പഠിച്ചു. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് എല്ലാം പഠിച്ചു. ഇനി ബാക്കിയുള്ള ഭാഗം അടുത്ത സെഷനിൽ പറയാം.